ഹോട്ടലിലെ ചായപ്പിണ്ടി വളമായി ഉപയോഗിച്ച് ഗ്രോബാഗ് കൃഷിയിൽ വിവിധയിനം പച്ചമുളകുകൾ വിളയിക്കുകയാണ് നീലേശ്വരത്തെ ഹോട്ടൽ വ്യാപാരിയായ പരിപ്പുവട പ്രകാശൻ. 250ഓളം ഗ്രോബാഗുകളിൽ നിന്നായി ദിവസവും 6 കിലോയോളം പച്ചമുളക് വിളവെടുക്കുന്നതിന്റെ സന്തോഷത്തിലാണ് പ്രകാശൻ. കാശ്മീരി മുളക്, കാന്താരി, നാടൻ മുളക് എന്നിവ ഗ്രോബാഗുകളിൽ വിളഞ്ഞു നിൽക്കുന്നു. ഹോട്ടൽ വ്യാപാരത്തിന്റെ തിരക്കുകൾക്കിടയിൽ നീലേശ്വരത്തെ പരിപ്പുവട പ്രകാശൻ ഗ്രോബാഗിൽ പച്ചമുളക് കൃഷി തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ദിവസവും വിളവെടുക്കുന്ന പച്ചമുളക് ഹോട്ടൽ ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത്. തൈ 1-ന് 3 രൂപ നിരക്കിൽ മണ്ണൂത്തിയിൽ നിന്ന് എത്തിച്ചാണ് പച്ചമുളക് കൃഷി തുടങ്ങിയത്. ഹോട്ടലിൽ നിന്നുള്ള ചായപ്പിണ്ടിയും പച്ചക്കറി അവശിഷ്ടങ്ങളും വളമായി പ്രയോഗിക്കാൻ തുടങ്ങിയതോടെ മുടങ്ങാതെ മികച്ച വിളവ് ലഭിക്കാൻ തുടങ്ങി. 250ഓളം ഗ്രോ ബാഗുകളിലാണ് നിലവിൽ കൃഷി നടത്തുന്നത്. കഴിഞ്ഞ വർഷം 10 കിലോ മുളക് പൊടി ഉണ്ടാക്കാനും സാധിച്ചു. 2 വർഷമായി ഞാൻ ഈ ഗ്രോ ബാഗിൽ പച്ചമുളക് കൃഷി ചെയ്യുന്നു. അതിൽ നമ്മുടെ കാശ്മീരി മുളക്, അതുപോലെ തന്നെ കാന്താരി, നമ്മുടെ നാടൻ മുളക് എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മണ്ണുത്തി കാർഷിക ഇതിൽ നിന്ന് കൊണ്ടുവരുന്ന തൈകൾ ഇവിടെ ഗ്രോ ബാഗിലാക്കി കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു 10 കിലോ പൊടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി കിട്ടി. അതുപോലെ തന്നെ എൻ്റെ സ്ഥാപനത്തിലേക്ക് ഹോട്ടലിലേക്ക് വേണ്ട പച്ചക്കറികൾ മുളകുകൾ അധിക ദിവസങ്ങൾ ഒരു 3 മാസത്തോളം എനിക്ക് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത് എൻ്റെ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യ ഇതിൽ വരുന്ന ചായപ്പൊടി, മറ്റേ ഇതിൻ്റെ വേസ്റ്റുകൾ ഉപയോഗിച്ച് എടുത്ത് അതാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്ന കുറച്ച് ചാണകപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ മുളക് കൃഷി ചെയ്യുന്നത്. സ്വന്തം കൃഷിയിടത്തിൽ വിളയുന്ന പച്ചമുളകിന് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ രുചിയും നിറവുമുണ്ടെന്ന് പ്രകാശൻ പറയുന്നു. ഇതിനൊപ്പം തക്കാളി കൃഷി തുടങ്ങാനുള്ള പദ്ധതിയും മനസ്സിലുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിൽ നടത്തുന്ന കൃഷിയിലൂടെ ആഴ്ചയിൽ 25 കിലോ പച്ചമുളകാണ് ഹോട്ടൽ ആവശ്യങ്ങൾക്കായി വിളവെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.